ഈ വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും ഒന്നിച്ച് ചേരുവാനായിട്ട് ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇല്ലാത്ത ആരെങ്കിലും ഈ ആഴ്ച ഉണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളായിരുന്നു. ആരെങ്കിലും പുതിയ ആൾക്കാരുണ്ടോ ഇന്ന്? ഇല്ല, പഴയ എനിക്കൊന്ന് അവറാൻകുട്ടിച്ചാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഉള്ളത്. ഓക്കെ, റെജിയെ കാണുന്നില്ല അല്ലേ? റെജി ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്. ഇല്ല, റെജി ഇല്ലെന്ന് തോന്നുന്നു. റെജി എവിടാ? ഞാൻ എന്റെ പിന്നാമ്പുറത്തുണ്ട്. ഐസക് ജോർജ്. ഓ, ഐസക്കിന്റെ പേരിലാണ്. അതെ അതെ, അവൻ എന്റെ ഐപാഡ് ഹൈജാക്ക് ചെയ്തു. ശരി. എല്ലാരെയും വീണ്ടും ഓൺലൈനിലൂടെയെങ്കിലും കാണാനായിട്ട് ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ഈ കോവിഡിന്റെ പ്രയാസങ്ങളുടെ മധ്യത്തിലും നമുക്ക് ജോയിൻ. ഹലോ, എന്താ മോളെ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ? ഞാൻ കണ്ടായിരുന്നു, മ്യൂട്ട് ഓഫ്. ഡാളസിൽ നിന്ന് അവറാൻകുട്ടി അങ്കിളാ മോളെ. അവറാൻകുട്ടി അങ്കിളും ആന്റി. ഓക്കെ, താങ്ക് യു. ഞങ്ങള് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അതിനുമുണ്ടായിരുന്നു. ഓക്കെ, സോറി. എല്ലാവർക്കും വെൽക്കം, സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരുതലിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം വിശ്വസ്തനാണ്. മാറ്റം മറിച്ചിലുകളുള്ള ഈ ലോകത്തിൽ മാറ്റമില്ലാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള വലിയ ഒരു പ്രത്യാശയും ഉറപ്പും ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകി ദൈവം വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ലവനാണ്. God is good. Even when our life doesn't seem to go well or doesn't seem to feel like good, God is always good. And He is good all the time He is good. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും നമുക്ക് വർദ്ധിച്ചു വരുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. നമ്മുടെ ഈ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് കോരപുത്രന്മാരുടെ സങ്കീർത്തനങ്ങളാണ് ഇരുന്നത്. കഴിഞ്ഞ ആഴ്ച വേറൊരു സങ്കീർത്തനം നമ്മൾ എടുത്തു. എന്നാൽ ഇന്ന് വീണ്ടും കോരപുത്രന്മാരുടെ സങ്കീർത്തനം വീണ്ടും തുടരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് 45-ാം സങ്കീർത്തനം നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരപുത്രന്മാരുടെ ഒരു ധ്യാനം. ഇറ്റ് ഈസ് എ മാസ്കിൾ ഫ്രം ദ സൺസ് ഓഫ് കോര ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ലവ് സോങ് ഓർ എ വെഡിങ് സോങ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പറയുന്നത്. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. കാരണം വളരെ അലങ്കാരവും അലിഗോറി ആൻഡ് സിംബലിസം ഒക്കെ ഒരുപാട് ഉള്ള ഒരു സങ്കീർത്തനമാണിത്. അവരുടെ സങ്കീർത്തനങ്ങളിൽ പലതും അങ്ങനെയാണെങ്കിലും ഇത് വളരെയധികം അലങ്കാരവും ഉപമകളും ഒക്കെ ചേർത്തുള്ള ഒരു സങ്കീർത്തനമാണ്. ഒരു മണവാളനെയും മണവാട്ടിയെയും വർണ്ണിക്കുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനം. അതൊരു വെഡിങ് സോങ് ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ലവ് സോങ്, ഒരു പ്രേമഗീതം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
നിന്റെ വചനം ഞങ്ങൾക്ക് ആത്മാവും ജീവനുമായി നീ നൽകിയിരിക്കുന്നു. നിന്റെ പുത്രനിലൂടെ നീ അത് വെളിപ്പെടുത്തി ജീവനുള്ള വചനമായി ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മാവും ജീവനുമായി നൽകിയിരിക്കുന്നുവല്ലോ കർത്താവെ. അത് അനുഭവിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ ജീവനുള്ളവരായി മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ വചനത്തിലൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വളരെ ക്ഷോഭമായ അന്തരീക്ഷവും ഞങ്ങളുടെ ചുറ്റും ഞങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിന്റെ വചനം ഞങ്ങൾക്ക് ആശ്വാസമായി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നതിനായി നീ നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങൾ കൂടുതലായി എൻ്റെ വചനത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. മറ്റുള്ളവരെയും കർത്താവെ ഈ വചനത്താൽ സമാധാനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഞങ്ങളാലും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങളോട് ഇടപെടുമ്പോൾ കർത്താവെ താഴ്മയോടും വിനയത്തോടും കൂടി നിന്റെ വചനത്തിന് മുമ്പായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെയും കാണുവാനും എന്നോടുള്ള ഞങ്ങളുടെ സ്നേഹം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുവാനും വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും പിതാവെ അവിടുത്തേക്ക് പ്രസാദം വരുത്തുന്നതാകണമെന്ന് പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. ഈ സങ്കീർത്തനം വളരെ ആലങ്കാരികമായിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. ഈ ലിറ്ററലായിട്ട് മാത്രം അല്ല ഇതിൻ്റെ ഭംഗി എന്നുള്ളത് ഓർക്കണം. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ലിറ്റററി സോങ്. And at the same time, it is also an allegorical song where it points to other things other than we see in the literature here. ഈ മലയാളം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഉപമയും പിന്നെ ഉൽപ്രേക്ഷയും വൃത്തവും അലങ്കാരവും ഒക്കെ. അത് ഇവിടെ ഉള്ള പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലായിരിക്കും. അതിനൊക്കെ പറ്റിയ മലയാളം ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അലിഗോറി, പാരബിൾ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉപമയും പിന്നെ ഉൽപ്രേക്ഷയും വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ റൈംസ് ആൻഡ് റിതംസ് എന്ന് വേണമെങ്കിലും പറയാം. വൃത്തം, അലങ്കാരം എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഇതെല്ലാം യോജിച്ച് ഉള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ കോരവപുത്രന്മാരുടെ 45-ാം സങ്കീർത്തനം ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോരവപുത്രന്മാര് they were part of the choir or the band members of the temple. അവരെ 11 സങ്കീർത്തനങ്ങളാണ് അവരുടെ പേരില് നമ്മൾ കാണുന്നത്. 42, 44 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങൾ, പിന്നെ 84, 85, 87, 88 സങ്കീർത്തനം, ഇങ്ങനെ 11 സങ്കീർത്തനങ്ങളാണ് അവരുടെ പേരിൽ നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനത്തില് ഇഫ് യു ലൈക്ക് ഡ്രാമ, റൊമാൻസ്, knights and ladies and kings and queens and beautiful metaphors, all those things are in this particular psalm. Some words and phrases are very decorative to the overall theme that is presented. So there are decorative words very much used in this psalm. And also it talks about beauty and charm and vigor of a prince. It talks about garments and smell and fragrance. And it talks about gold and refined gold. പൊന്നിനെ കുറിച്ചും തങ്കത്തെ കുറിച്ചും പറയുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. അങ്ങനെ വളരെ വളരെ മനോഹരമായിട്ട് ആലങ്കാരികമായി എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു, അവളുടെ വസ്ത്രം പൊൻകസവുള്ളത് എന്ന് 9-ാം വാക്യവും 13-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പൊന്ന് ഉപയോഗിക്കാത്തവരും തങ്കം ഇഷ്ടമില്ലാത്തവരും ഒക്കെ പലരും ഈ സങ്കീർത്തനം ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും.
എന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ ഒരിടത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ എവിടാന്ന്? റെജിയുടെ ക്വിസ് അല്ല ഇത്. ക്വിസിന് വേണ്ടിയല്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. 1-ാം അധ്യായം ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. 1:8-9. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടരെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ, ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഇതിന്റെ 45-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളാണ് എബ്രായ ലേഖന കർത്താവ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സങ്കീർത്തനം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിട്ടൊരു സങ്കീർത്തനമാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ടത്. കാരണം അങ്ങനെ എബ്രായ ലേഖനത്തിൽ അത് എടുത്തു പറയണമെങ്കിൽ യഹൂദന്മാരുടെ ഒരു പോപ്പുലർ സാം ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. ഇത് തുടങ്ങുമ്പോൾ തന്നെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. മൈ ടങ് ഈസ് ദ പെൻ ഓഫ് എ സ്കിൽഫുൾ റൈറ്റർ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. മൈ ഹാർട്ട് ഈസ് ഫിൽഡ് ഓവർഫ്ലോയിങ് വിത്ത് ദ ഗുഡ് ന്യൂസ് എന്നാണ് പറയുന്നത്. 1-ാം അധ്യായം ഇംഗ്ലീഷിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ ആരെങ്കിലും വായിക്കാമോ? 1-2 വാക്യങ്ങൾ. My heart is stirred by a noble theme as I recite my verses for the king. My tongue is the pen of a skillful writer. You are the most. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഫസ്റ്റ് വേഴ്സ് ഒന്നുകൂടെ വായിച്ചേ. My heart is stirred by a noble theme. My heart is stirred by a noble theme. അപ്പോൾ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഈ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ലോ വായ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഫോർ ദ മൗത്ത് സ്പീക്സ് വാട്ട് ദ ഹാർട്ട് ഈസ് ഫുൾ ഓഫ്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. മൈ ഹാർട്ട് ഈസ് ഓവർഫ്ലോയിങ് വിത്ത് ദ ഗുഡ് ന്യൂസ്, എ ഗ്ലാഡ് ന്യൂസ്, ആൻഡ് മൈ ടങ് ഈസ് ബിക്കമിങ് ദ പെൻ ഓഫ് എ സ്കിൽഫുൾ റൈറ്റർ. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷ നിറഞ്ഞു കവിയുമ്പോൾ നമ്മുടെ നാവിൽ കൂടി അത് വെളിപ്പെട്ട് വരും. ഹൃദയം നിന്നുള്ളതല്ലോ വായ പ്രസ്താവിക്കുന്നതെന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 12:34 കർത്താവ് പറയുന്നത്. So when we have joy in our lives, in our hearts, our tongues will produce that words of joy from our mouth. So our tongue becomes a skillful writer. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം എല്ലാം നമ്മൾ എടുത്ത് നോക്കിയാൽ വി ആർ യൂസ്ഡ് ടു മോർ ടൈപ്പിംഗ് ആൻഡ് ടെക്സ്റ്റിംഗ് ദാൻ ടോക്കിംഗ് ലേറ്റ്ലി. പണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നവരായിരുന്നു. ഫോണിലൊക്കെ മണിക്കൂറുകൾ സംസാരിക്കുന്നു. ഇപ്പോഴും സംസാരിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ ഈ കാലങ്ങളിൽ നമ്മൾ കൂടുതൽ കാണുന്നത്, ഈവൻ വിതിൻ ദ സെയിം ഹൗസ് ആൻഡ് ഹോം, പീപ്പിൾ ആർ ടെക്സ്റ്റിംഗ് ഫ്രം വൺ റൂം ടു ദി അതർ. അത് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ചും ബേസ്മെന്റിലാണെങ്കിൽ വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. സോ വി ആക്ച്വലി ടെക്സ്റ്റ് ഈച്ച് അതർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് പേരൻസ്. വി ടെക്സ്റ്റ് ഈച്ച് അതർ എ ലോട്ട് ടു കമ്മ്യൂണിക്കേറ്റ്. എ ലോട്ട് മീനിങ്, recently there was a study done by I think it was CNN among the middle school children. They are the most texting group
among all the generations. അതിലെ the highest count, ഒരു 12-year-old girl had 2200 texts a day. അതാണ് അന്നത്തെ. ഇന്ന് അതിൽ കൂടുതലായി കാണും. ഇതൊരു 4 years മുമ്പുള്ള സ്റ്റഡിയാണ് ഞാൻ വായിച്ചത്. So we are using more and more various ways to communicate these days, and our ways of talking has changed. Speaking is the fastest mode of communication. No matter how fast you type, you cannot type or communicate as fast as you can speak. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകളൊക്കെ ഞാനവൻ ഇമെയിൽ ചെയ്തിരുന്നു, ഞാനവൻ ടെക്സ്റ്റ് ചെയ്തിരുന്നു, ഐ ഹാഡ് നോ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിനക്കെന്താ ഫോൺ എടുത്തൊന്ന് വിളിച്ചുകൂടായോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാ. We can communicate faster and more effectively with our tongue than any other communication or texting that we have. Studies have shown that both men and women speak an average of 16,000 words a day. 16,000 വാക്കുകളോളം ആണ്. ചിലർ പറയുന്നത് സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നതാണ്. പക്ഷേ സ്റ്റഡീസ് ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഡേറ്റ ഒന്നും കാണുന്നില്ലെന്നാണ് പറയുന്നത്. ബട്ട് വി kind of consider that women talk more than men. But I don't know about the truth. But one thing that somebody told me that, you know, why Jesus Christ, after resurrection, showed up in front of women first. The women were the first one to see the resurrected Christ. Anybody know the answer? Because that's the best way to get the news out faster. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിവേ, we can talk about 16,000 or more words a day that we can effectively do. But how we use that words are very important, because this psalmist is saying that എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുമ്പോൾ എൻ്റെ നാവിൽ കൂടി അതൊരു എഴുത്തുകാരൻ്റെ കോൽ പോലെ അത് എഴുത്തായിട്ട് പുറത്തു വരുന്നു എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ, ഈ കോരപുത്രൻ ഇവിടെ പറയുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഈ സ്ക്രിപ്ചർ, ദൈവവചനം നമുക്ക് ലഭിച്ചിരുന്ന സ്ക്രോൾസിലൊന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് transferred from generation to generation to the words of mouth. പിന്നീടാണ് സ്ക്രോൾസ് ഒക്കെ വന്നത്. അതിനു മുമ്പ് വായ കൊണ്ട് ആളുകൾ ട്രാൻസ്ഫർ ചെയ്ത് ആണ് ഈ ദൈവ വചനങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരുന്നത്, തലമുറകളായി കൈമാറിക്കൊണ്ടിരുന്നത്. So our tongue becomes the writer or the pen of a writer. If we can use it properly, it can become an effective tool to bless God and bless other people. At the same time, the Bible teaches us that the tongue is a fire. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാവ് ഒരു, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം ഒന്നെടുത്ത്, James chapter 3, we read that the tongue is a fire. It corrupts the whole body, sets the whole course of one's life on fire, and is itself on fire by hell. അതൊന്ന് വായിച്ചേ. 3:6. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. 10-ാം വാക്യം. Out of the same mouth come praise and cursing. അല്ലേ? 10-ാം പോയോ? സതീഷ് പോയോ? ഇല്ല, ഉണ്ട്. സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. Okay, so here
ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ നാവ് ശുഭവചനത്താൽ കവിഞ്ഞൊഴുകുന്നത് എഴുതുന്നതായിട്ടുള്ള ഒരു എഴുത്തുകോൽ ആയിട്ട് മാറുന്നുവെങ്കിൽ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ആ നാവ് കൊണ്ട് തന്നെ നമുക്ക് ദോഷവും വരുത്താൻ സാധിക്കും. ഇറ്റ് ക്യാൻ become like a fire. Tongue is a fire എന്ന് പറയുന്നുണ്ട്. So it is very hard to use our tongue. If we are not very careful, it can cause a lot of damage and problems. It is a very small organ in our body, but it can be very effective if we use it like the sons of Korah did in this psalm. അതുകൊണ്ട് നമ്മുടെ നാവ്, നമ്മുടെ സ്പീച്ച്, it is a wonderful gift from God. When used properly, it can do marvelous things. Words should be carefully chosen, arranged and uttered, have collected people together, accomplished a lot of things by the words of people, words of leaders. You don't have to be talking a lot. You can talk effectively with very few words and still accomplish a lot of things. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, കർത്താവിന്റെ പ്രാർത്ഥന, the Lord's Prayer, is a very brief prayer, but it is so effective. We actually recite that prayer with our tongue every day. Why do we do that? Because it is what gives us the essence of prayer. You don't have to pray a long prayer. You don't have to pray an elaborate prayer for an hour or so. You can still get the whole gist of prayer through the Lord's Prayer, which is very brief, probably within under a minute. You can finish that, or maybe 2 minutes. So these are all things that we have to understand about our tongue, our words that we use, like the Korah sons do, that it has to be used for blessing others and to be gracious to others. Our speech is the word that can cut both ways. It can also destroy relationship. It can mislead and deceive if we use our words carelessly. It has caused a lot of problems in history, untold misery and death and destruction because of the words that were not used properly. ഒരു പള്ളിയിലെ അച്ഛനോടൊരു സ്ത്രീ after the church service approached the pastor and asked about spiritual gifts, and she said, I think, Pastor, I have a gift of criticism. And then he knew her because her criticism had caused a lot of damage in the church. He responded, do you remember the person in Jesus' parable who had just 1 talent? Do you recall what he did with it? The woman replied, he went out and buried it. അവൻ അത് പോയി കുഴിച്ചിട്ടെന്ന്. പിന്നെ പാസ്റ്റർ പറഞ്ഞു, go and do it likewise. നീയും പോയി അതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചാൽ it can be used as a gift, but at the same time it can cause hurt and problems if we are not using it with love. Tongue should be always used with grace. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, our tongue should be always with grace, seasoned with salt എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉപ്പിനാൽ രുചി വരുത്തിയ രീതിയിലുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് ഓർക്കണം. Anyway, the sons of Korah used their tongue to write about a good matter. The ശുഭവചനത്താൽ ഈ നാവിൽ കൂടെ അവർ എഴുതുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് they are using to indite good matter, to suggest or inspiring words, to give us blessings through their words. പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ 19-ാം വാക്യത്തിൽ speaking to one another in psalms and hymns and songs from the Spirit, always giving thanks to God the Father for everything, in the name of Jesus Christ our Lord. Speaking to one another in psalms and hymns. അന്യോന്യം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും
നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേൻ. സ്പീക്കിംഗ് ടു വൺ അനദർ, അന്യോന്യം നമ്മൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അന്യോന്യം പ്രബോധിപ്പിക്കണം അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. So our words and our songs and our hymns not only brings blessings to God, but also will bless other people who are around us. That is what this chorus psalms are very, very interesting to me, that I like to read it, not only just to get the spiritual meaning from it, but also to be a blessing to others through these psalms. അവിടെ പറയുന്നത് 10ാം വാക്യത്തിൽ പറയുന്നത്, ശ്രദ്ധിക്കുക, O daughter, consider and incline thine ear, forget your people. ഈ സങ്കീർത്തനത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. There is an introduction that I just said about what it is about. It's about a good news coming out of the tongue of a writer who is writing this song with his tongue like a pen. Then we have a introduction. There's also at the end there's a conclusion, verse 17, about passing this on to the next generation. And in the middle we see a conquering prince and a royal lover. Even though the song is written for a wedding, probably it was written for a earthly king. ചിലർ പറയുന്നത് അത് ശലോമോന്റെ കല്യാണത്തിന് എഴുതിയതായിരിക്കുമെന്ന്, ചിലർ പറയുന്നത് അത് മറ്റേതോ രാജാവിന്റെ കല്യാണത്തിന് എഴുതിയ ഒരു ഹിമായിരിക്കും എന്നാണ് ചിലരൊക്കെ പറയുന്നത്. So whatever it is, this particular psalm is a messianic psalm. ഒരു മശിഹ സങ്കീർത്തനമായിട്ടാണ് ഇതിനെ എല്ലാ തിയോളജിയൻസും കണക്കാക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ പറയുന്നതായിട്ടുള്ള രാജകുമാരൻ, the prince that is talked about in this, is victorious over all his enemies, who was rewarded with many gifts and the beautiful bride of his choice. The expansive dominion and the praise that is given here does not really relate to a human king. ഒരു മാനുഷിക രാജാവിന്, ലൗകിക രാജാവിന് നൽകാൻ കഴിയാത്തതായിട്ടുള്ള അതീതമായിട്ടുള്ള വർണ്ണനയാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഈ രാജകുമാരനെ കുറിച്ച് പറയുന്നത്. നമ്മൾ തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഒരു മാനുഷിക രാജാവിന് വേണ്ടി ഉള്ളതല്ല, ഒരു സ്വർഗീയ രാജാവിന് വേണ്ടി എഴുതിയതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. It is like the song, the ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് എ ലവ് സോങ്. People are saying that it was written by Solomon, but there's no really proof for that. But it is a similar situation where it is a love song that points to the lover who is Christ and the bride who is the church. എഫേസ്യരുടെ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. He is talking about a husband and wife relationship, and also tells us that it is about the relationship of Christ with his church. 5-ാം അധ്യായം ഒന്ന് എടുക്കാം. എഫേസ്യരുടെ ലേഖനം എടുത്താണല്ലോ, അതിന്റെ 32-ാം വാക്യം. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ തന്നാന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഓക്കെ, സോ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട്, 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചതിന്റെ. ആകെ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. Okay, so he's talking about the relationship of a husband and a wife, how romantic and how loving that is portrayed by this author in the Psalm 45.
about the love relationship of a bride and a bridegroom. I am talking about Christ and the church എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത്, for this reason a man will leave his father and mother and be united to his wife and the two will become one എന്നാണ് പൗലോസ് അവിടെ പറയുന്ന ആ വാക്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മളെ മനുഷ്യ സൃഷ്ടിയുടെ സമയത്ത് മനുഷ്യന് ഒരു പാർട്ട്ണറിനെ നൽകുന്ന സമയത്ത് ദൈവം പറഞ്ഞതായിട്ടുള്ള കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 2:24. അതുകൊണ്ട് മനുഷ്യൻ തന്റെ ഭാര്യയെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. So we are talking about the bride and the bridegroom. Here Christ as the bridegroom and church as the bride. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. So it is about a love relationship that is not a love at first sight, not only a love at first sight, but it's a constant love that constantly growing and evolving day by day because of the relationship that we have. നമ്മുടെ ബന്ധം വളരുന്തോറും നമ്മുടെ സ്നേഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധം. ഇന്ന് ലോകത്തിൽ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ വളരുമ്പോൾ സ്നേഹം വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. Is our love increasing or decreasing as we get into more and more relationships? ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും പാർട്ട്ണർഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ബിസിനസ് ആയാലും മാനുഷികമായ ഫ്രണ്ട്ഷിപ്പ് ആയാലും, the more relationships that people get into, the more hatred and enmity that causes. Because we are self-centered and driven by not love but self-centered interest, we cannot love beyond our selfishness. ഇവിടെ കർത്താവും സഭയും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് he gave himself for the bride. It is a sacrificial love that he is talking about. A love that goes beyond the immediate but goes up to giving up his own life. That is what agape love എന്ന 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. The eros and the philia and agape is the divine and godly love that is a sacrificial love. Even at the risk of your life, you love, and that is what Christ did for the church. He gave his life for the church. That is a love bond that grows stronger and stronger every day as we come to know him personally because his love is so limitless. 2-ാം വാക്യത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് he is fairer than the children of men. അല്ലേ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ ഏറ്റവും അനുഗ്രഹിച്ചിരിക്കുന്നു. He's talking about the lips of the bridegroom. ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. The bridegroom, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, he is fairer than all the human beings. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാനുഷിക ലൗകിക രാജാവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. You are fairer than all the human beings. മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ എന്നാണ് പറയുന്നത്. അത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. He is the fairest of 10,000. അവൻ 10,000-ങ്ങളിൽ സുന്ദരനാണ്. അവൻ 10,000-ങ്ങളേക്കാൾ അതിശ്രേഷ്ഠനാണ്. He is the rose of Sharon. ഷാരോനിലെ പനിനീർ പുഷ്പമായി മനോഹരിത ഉള്ളവനായിട്ടുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആണ് മണവാളനായിട്ട് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. It is a messianic song, points to the Christ who is fairer than any natural man. It corresponds very well with the Song of Solomon that we just said, particularly in the from chapters 5-7 in the Song of Solomon. We read about that bride that looking for the bridegroom in various mountains and parks and various places. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അത് വായിച്ചു നോക്കണം. It is a very romantic song. At the same time, it's a romantic song that is filled with the love bond of Christ and the church.
Jesus is holy and harmless and undefiled, separate and higher than the heavens. ഇബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. Glory of his countenance as a shining sun with full of glory. അവൻ സൂര്യപ്രഭയേക്കാൾ ശോഭയുള്ളവനായിട്ടുള്ള ഒരു മനോഹരനായിട്ടുള്ള ഒരു ബ്രൈഡ് ഗ്രൂമാണ്, ഒരു മണവാളനാണ്. He is fairer in nature, he is certainly fairer in his character. അവന്റെ സ്വഭാവത്തിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ ലോകത്തിൽ മറ്റാരെക്കാളും ആരെയും താരതമ്യപ്പെടുത്തുവാൻ കഴിയാതെ കൊണ്ട് there is no comparison in this world or in the world to come to compare his character with anybody else. അവന്റെ സൗന്ദര്യം എന്ന് പറയുന്ന അവന്റെ സ്വഭാവമാണ്, അവന്റെ സ്നേഹമാണ് അവന്റെ സൗന്ദര്യം, അവന്റെ സാക്രിഫൈസ് ആണ് അവന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് അവനെ കുറിച്ച് പറഞ്ഞത് he is fairer than all the fairest of that we can see. He is the bright and morning star എന്നാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. He is the blessed and only king എന്ന് നമ്മൾ അവനെ കുറിച്ച്. He is the day spring on high, among many other descriptions that we can see about this bridegroom. അവന്റെ അധരങ്ങളിൽ ലാവണ്യം നിറഞ്ഞിരിക്കും. His lips are full of grace. അവൻ കൃപയാൽ അവന്റെ അധരങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു മനോഹരനായിട്ടുള്ള ഒരു ബ്രൈഡ് ഗ്രൂമാണ്, ഒരു മണവാളനാണ്. ഈ സങ്കീർത്തനം പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഈ 10-ാം വാക്യത്തിൽ വായിക്കുന്ന കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. 10-ാം വാക്യം മലയാളത്തിൽ നിന്ന് വായിച്ച്, അല്ല ഇംഗ്ലീഷിൽ. Yeah, 12. Everybody goes to sleep but the preacher. പണ്ടൊരാള് പ്രസംഗിച്ചുകൊണ്ടിരുന്ന മുമ്പിലിരുന്ന ഒരാൾ ഉറങ്ങിപ്പോയി. അടുത്തിരുന്ന ആളോട് പറഞ്ഞ് അയാളെ ഒന്ന് ഉണർത്തിയാരേ എന്ന് പറഞ്ഞു. ഉടനെ അച്ചായൻ പറഞ്ഞ് പാസ്റ്റർ വലിയ ഉറക്കിയത്, പാസ്റ്റർ തന്നെ ഉണർത്തിക്കോളാൻ പറഞ്ഞു. എത്ര പേരെ ഉണർത്തണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ആരൊക്കെയാ ഉറങ്ങുന്നത്? വായിച്ചേ, പുസ്തകം ഒന്ന് എടുത്തേ. സോർ നിവാസികൾ ഇംഗ്ലീഷ് വായിച്ചേ. The daughter of Tyre will come with a gift. Men of wealth will seek your favor. Okay, so സോർ നിവാസികൾ, the people of Tyre, അതായത് ജെന്റൈൽസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. That is not the chosen people of Israel, but he is talking about the Gentiles. അവരെയും കൂടെ ചേർത്താണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ മനോഹരമായ ഈ സങ്കീർത്തനം മശിയാ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഈ എപ്പിഫനി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഗതിയുണ്ട് സഭയുടെ. ഈ എപ്പിഫനിയുടെ മലയാളം വല്ലതും അറിയാം? അച്ഛനുണ്ടല്ലോ അല്ലേ? Epiphany is the celebration of the church where the wise men from the east came to visit the baby Jesus. അറിയാമല്ലോ നിങ്ങൾക്ക് ആ കഥ. കിഴക്ക് നിന്ന് വിദ്വാൻമാര് കർത്താവിനെ കാണാനായിട്ട് വന്ന ആ സംഭവം, അതിനാണ് എപ്പിഫനി എന്ന് പറയുന്നത്. എപ്പിഫനി എന്ന് പറയുന്ന അതിനാണ്. It is the revelation of God to the Gentiles. ജാതികൾക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവമാണ് അത്. ഈ കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരും യഹൂദന്മാരല്ലായിരുന്നു, അവർ ജാതികളായിരുന്നു. ജാതികളുടെ മധ്യത്തിൽ നിന്ന് ഈ രക്ഷിതാവിനെ തേടി എത്തിയതായിട്ടുള്ള ഒരു സംഭവം നമ്മൾ വായിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, it is the revelation of God himself not only to the Jewish people but also to the Gentiles. ജാതികൾക്ക് കൂടി വെളിപ്പെടുത്തുക, അതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. But theophany is the revelation of deity to man. എന്ന് പറഞ്ഞാൽ ദൈവത്വം മനുഷ്യനാകമാനമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് തിയോഫനി. അത് രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ ജീവിതത്തിൽ രണ്ട് സ്ഥലത്ത് ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നതായിട്ട് ഒന്ന് നമ്മൾ കാണുന്നത്, ഈ വാസ് ദ ടൈം ഓഫ് ഹിസ് ബാപ്റ്റിസം. അവന്റെ മുഖം
തേജസ്സേറിയതായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3:22 വായിച്ച്, The Holy Spirit descended upon in bodily form like a dove, and the voice came. അത്രയും മൂന്നിട്ട് 22. അതില്ലല്ലോ. 22 ഇല്ലല്ലോ. 22-ന്റെ മത്തായി 3:22. 3:22 ഇല്ല. 17 വരെ ഉള്ളൂ. 17. ഓക്കെ. You are my യേശു son, the beloved. ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ആ, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. 16-ാം വാക്യം. 16-ാം വാക്യം. സോറി, എന്റെ. So you are my son, the beloved. അവിടെ ദൈവം വെളിപ്പെടുത്തപ്പെടുന്നതായിട്ട്, യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. That is the importance of the baptism of Jesus Christ. It is theophany, the revelation of God in Jesus Christ, showing to the world that this is my son, and his face shone like glory with that during that time. പിന്നെ നമ്മൾ കാണുന്നത് മറുരൂപമല, ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടൻ. അവിടെ നമ്മൾ കാണുന്നവൻ ശോഭയുള്ളവനായി തീർന്നു. അവിടെയും ആ സംഗതി, ദിസ് ഈസ് മൈ സൺ, മൈ ചോസൺ വൺ, ലിസൺ ടു ഹിം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. So whenever we read about these things in the psalm here, we are talking about the fairest of 10,000, ശോഭയുള്ളവനായി എന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള ഈ മണവാളനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം, he is revealing a God who is revealing himself to this world. ഈ ലോകത്തിന് ആകമാനമായിട്ട് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ദൈവം ആണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. It's a theophany of theophany psalm. He is revealing the Messiah, who is God himself, who came to save this world from sin and death. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്ന, we have seen his glory, a glory as the only son from the father. അവന്റെ പുത്രന്റെ 1:14, we have seen the glory as the only son from the father എന്ന് നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ. If you adore the Lord Jesus Christ and delight in him, this psalm should be very precious for you. If you glory in the victorious majesty of Christ and his salvation of our souls, the psalm will become so meaningful in our lives. Like Paul, who said that he wanted to live in this world knowing nothing but Jesus Christ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതെ ഈ ലോകത്തിൽ ജീവിക്കണം, ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞ് ജീവിക്കേണ്ട ഒരു അനുഭവത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. So this is the commitment of people of God, the church, the bride, to dedicate themselves to Jesus Christ as one who is committed and not to be distracted by other things, but to know Jesus only. അവനെ മാത്രം അറിയുന്നതായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ കുറിച്ചാണ് അവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. So that is the kind of love relationship that we seeing in this psalm, in Psalm 45, through this chord of sons, the sons of Korah. He is worthy of more glory than any human being in this world. അത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. For this one has been counted worthy of more glory than Moses. മോശയേക്കാൾ ശോഭയുള്ളവനായിട്ടുള്ള യേശുവിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. കാര്യം, സീനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖം ശോഭിച്ചിരുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. അവന്റെ മുഖം ശോഭിച്ചിരുന്നത് അവർക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം, ജനങ്ങൾക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം വളരെ ശോഭയുള്ളതായി തീർന്നു. കാരണം അവൻ ദൈവത്തിന്റെ തേജസ് കണ്ടവനാണ്. അതുകൊണ്ട് അവർ മുഖം മറച്ചാണ് മോശ ഇറങ്ങി വന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അതിലും ശോഭയുള്ളവനായിട്ടുള്ളവനായ ഒരു മണവാളനെ കുറിച്ചാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. ഹി ഈസ് ഫെയറർ ആൻഡ് മോർ ഗ്ലോറിയസ് ദാൻ മോസസ്. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹി ഈസ് more glorious than Moses. In as much as he who built the house has more honor than the house. For there is
one mediator, that is Jesus Christ, who is between man and God, like Moses, who was the mediator between man and God at the time. But this mediator is more glorious than Moses because he is God himself to come. He is the image of the invisible God. And he is the Song of Solomon. He is the Rose of Sharon and the Lily of the Valleys. And in Revelations we read as is the root and the offspring of David, the bright and morning star. അവനാണ് മനോഹരനായിട്ടുള്ള നമ്മുടെ മണവാളൻ എന്ന് ഈ സങ്കീർത്തനക്കാരൻ ഈ 45-ാം സങ്കീർത്തനത്തിൽ കൂടെ പറയുന്നു. There is a beautiful hymn that I love called Fairest Lord Jesus. I don't know the author of that song. Fair is the sunshine, fairer still the moonlight, and all the twinkling starry host. Jesus shines brighter, Jesus shines purer, and all the angels heaven can boast. Fair are the meadows, fairer still the woodlands, robed in the blooming garb of spring. Jesus is fairer, Jesus is purer, who makes the woeful heart to sing. അവൻ 10,000-ങ്ങളേക്കാൾ അതിശ്രേഷ്ഠനാണ്. അവൻ അനേക മനുഷ്യരേക്കാൾ സുന്ദരനാണ്. He is the fairest of 10,000. If you feel, or if we feel darkness in our lives, in this world, we know there is darkness looming around us. There is one fair God who is with us, Jesus. He is fairer than any situations that we can face in our lives. He will brighten our darkness so that we can be hopeful for a better future. 6-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. The scepter of that kingdom is a right scepter. O God is forever, your throne is forever and ever. 6-ാം വാക്യം, അവന്റെ സിംഹാസനം എന്നേക്കും ഉള്ളത്, എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. He is holding the scepter of righteousness in his hand. No matter how unjust or unrighteous we think this world is, there is a God who is the king of overall situations, who controls this world, and he has the righteousness in his hands, and justice will prevail one day because he is in control. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന, all thy garments a smell of myrrh and aloes and cassia. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും, നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിതാനം നിന്നെ സന്തോഷിപ്പിക്കുന്നു. Then okay, you have beautiful song coming from the ivory tower and ivory palaces, and all thy garments are smelling of myrrh and aloes and cassia. അല്ലേ, മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് നിന്റെ സുഗന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ആളുകളൊക്കെ എന്തെല്ലാം തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളും അടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നാലും ചിലപ്പം അടുത്തൂടെ പോകാനൊക്കെ. കാരണം നമ്മുടെ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ. കൂടിപ്പോയാൽ ഒരു 5-8 മണിക്കൂർ നിൽക്കുമായിരിക്കും ഒരു സ്പ്രേ അടിച്ചാൽ. പക്ഷെ പിന്നെ വരുന്നത് എന്താണെന്ന് അറിയാമോ? ദ സ്വെറ്റി സ്മെൽ ഓഫ് ദ സ്വെറ്റ്. സിഗ്നേച്ചർ സെന്റ് എന്ന് പറയും ചിലര്. ഈയിടെ അടുത്ത കാലത്ത് ഒരു മാർക്കറ്റിംഗ് ടേം ഞാൻ കേട്ടതാണ്, സിഗ്നേച്ചർ സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഓരോ മനുഷ്യനും ഒരു സിഗ്നേച്ചർ സെന്റ് വേണമെന്നാണ് അവര് സജസ്റ്റ് ചെയ്യുന്നത്. അതൊരു കൊമേഴ്ഷ്യലാണ്, കാരണം ഈ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നതിന് വേണ്ടി. അപ്പം ഞാനൊരു പെർഫ്യൂം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ it becomes my signature. Whenever I go anywhere, people will smell and remember that it is me. So this is called a signature smell. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ വർണ്ണിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. The aroma of your garments are with myrrh and aloe and cassia. നമ്മുടെ സിഗ്നേച്ചർ സ്മെൽ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം.
what is the aroma that we spread when we are in the midst of a crowd? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒന്ന് വായിച്ചേ. You can see it, hear it or touch it, but the scent is very powerful. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ദേവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിന്റെ വാസന. ഈ വാസന എന്ന് പറയുന്നത് എന്തുവാ? മണം അല്ലേ? സുഗന്ധം. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന ആയിരിക്കണം നമ്മുടെ ഗാർമെന്റ്സിൽ നിന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് സ്പ്രെഡ് ചെയ്യേണ്ടത്. Is it the fragrance of Christ that we spread around when we are in a crowd or in this world? Do the others smell the fragrance of Christ when we are in the midst of them? നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ എവിടെയായിരുന്നാലും, ഈ സൊസൈറ്റിയിലായാലും, കുടുംബത്തില്, സഭയില്, നമ്മളെ ഇടപെടുന്നവരെ, do they smell the fragrance of Jesus Christ? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആ സുഗന്ധ വാസന, യേശു ക്രിസ്തുവിന്റെ വാസന പടരുന്നവരായിരിക്കണം നമ്മുടെ. അതാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്, the fragrance that you are producing or the garments are smelling like myrrh. സുഗന്ധദ്രവ്യങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെ ആയിരിക്കണം നമ്മളിൽ നിന്ന് വരുന്നതായിട്ടുള്ള സുഗന്ധം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. That is, if we want to smell like Jesus, those are the things that we have to produce. We have to become a fragrance in the place where we are placed. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു സുഗന്ധ വാസനയായി, ദൈവത്തിന് കൊള്ളാവുന്ന സൗരഭ്യ വാസനയായ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറണം എന്നാണ് ഈ ദൈവവചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഈ സൗരഭ്യവാസന എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. The more you become growing in the faith or the love relationship with this bridegroom, you become more and more fragrant. You become more and more spreading that good fragrance to this world wherever you place. നമ്മൾ പ്രായം കൂടി വരുന്തോറും നമ്മുടെ സൗരഭ്യവാസനയും കൂടും, ഇല്ലേ? കൂടണം. There is a study done that I read about a report that your body smell can actually judge your age. നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ വിയർപ്പിന്റെ മണം അവർ അനലൈസ് ചെയ്തപ്പോൾ they can actually determine the age of a person. അപ്പൊ പലരും വിചാരിക്കും ഈ ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷണബിൾ സ്മെല്ലുള്ള ഗ്രൂപ്പ് പ്രായമുള്ളവരായിരിക്കും എന്നാണ് പലരുടെയും വിചാരം. പക്ഷെ അത് തെറ്റാണെന്നാണ് അവരുടെ സ്റ്റഡി മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം പ്രായം ചെന്നവരുടേതാണ് ലെസ് ഒബ്ജക്ഷണബിൾ സ്മെൽ. അപ്പൊ നമുക്കൊന്നും പ്രശ്നമില്ല, പ്രായമുള്ളവരെല്ലാം സന്തോഷമായിട്ടിരിക്കാം. The most objectionable smell comes from the teenagers എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ടീനേജേഴ്സിനെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. There is a study that they did because they are growing in their hormones and the growing stage, they produce a lot of hormones. പിന്നെ നമ്മൾ ഈ പ്രായമായി പിന്നെ എല്ലാം നരച്ച് കിളവ് എല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോർമോണൊക്കെ അങ്ങ് നിന്ന് പോകുന്ന സമയമായി കഴിയുമ്പോൾ നമ്മുടെ ഒന്നും വലിയ മണമൊന്നുമില്ല. എനിവേ, the older you get, the less objectionable your smell becomes. അത് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് ഞാൻ തോന്നി. കാരണം ഈ സൗരഭ്യവാസന എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് വളരും തോറും നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ പ്രചരിക്കുന്നതായിട്ട് it will become like a fragrance more and more as we become older. So elderly people becomes more rooted in the faith and they will produce that fragrance more, the more, because they have more relationship with this bridegroom through their lives എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. പിന്നെ 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, കിങ്സ് ഡോട്ടേഴ്സ് ആർ അമംഗ് ദ ഓണറബിൾ വിമൻ.
9-ാം വാക്യത്തിൽ നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തെ രാജകുമാരികളുണ്ട്, രാജകുമാരികളുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അണിഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ ആരും പോയി വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. കാര്യം സൗന്ദര്യത്തിന്റെ ലക്ഷണം തങ്കമാണ്, പൊന്നാണ് എന്ന് അല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം God, king's daughters are among thy honorable women എന്ന് പറഞ്ഞാൽ this is a wedding party that he is talking about. The wedding party is before us now as the daughters, as the honorable women are the king's daughters. The honorable women എന്ന് പറയുന്നത്, the brides maids are the honorable women we are talking about, and that's the wedding party. And they are രാജകുമാരികൾ, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പൊന്നിനെ കുറിച്ചും തങ്കത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും അണിയുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തെക്കുറിച്ചും പൊന്നിനെ കുറിച്ചും ഒക്കെ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒബ്ജക്ഷൻ ഉള്ളവരെ അങ്ങ് ക്ഷമിച്ചേക്കണം. ഇത് പൊന്നും തങ്കവും ഒക്കെ നല്ലത് തന്നെയാണ്. അത് ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇടാതിരുന്നാൽ വലിയ മെച്ചമൊന്നും വരാനും പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങ് വിട്ടേരെ. എന്തായാലും ഇതിനെ ഇവിടെ പറയുന്ന പൊന്നിനെ കുറിച്ചും തങ്കത്തെ കുറിച്ചുമാണ് എന്ന് പറഞ്ഞാൽ, these are the things that we adorn ourselves to become more presentable. The wedding party is comprised of all of these garments that are adorned with this gold and fine gold. These are the righteous saints that he is talking about. നീതിമാന്മാരായ വിശുദ്ധന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കമ്പനി, who is our wedding party? The wedding party, the witnesses of our wedding between this bride and this bridegroom is the saints. അവരുടെ റൈച്ചസ്നെസ്, അവരുടെ നീതിയാണ് ഇവിടുത്തെ തങ്കം, ഇവിടുത്തെ പൊന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. മാനുഷികമായിട്ടുള്ള നമ്മുടെ സങ്കല്പത്തിലുള്ള പൊന്നും തങ്കവും പോലെ തന്നെ ഈ ആത്മീയമായിട്ടുള്ള ഈ ബന്ധത്തിൽ, ഈ മണവാളനും ഈ മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അവരുടെ വെഡിങ് പാർട്ടിയായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ദ റൈച്ചസ് സെയിൻസ് ഹു ആർ വിറ്റ്നസസ് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. നമ്മുടെ നീതിമാന്മാരായ സിദ്ധന്മാർ എന്നാണ് മലയാളത്തിനെ കുറിച്ച് വായിക്കുന്നത്. അവരാണ് ഈ വെഡിങ് പാർട്ടിയുടെ the guests, or what is it called, the bridal party. The king, the queen and his right princess attendants, these are the righteous saints who are surrounding us. These are the fruit of the spirit, like honesty, love, compassion, forgiveness, mercy, kindness and meekness. The righteous saints will surround us with these things. This is the wedding party that this psalmist is talking about. അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ ഭാവനയിലൊന്ന് ഭാവിച്ചു നോക്കിയേ ഈ കാര്യത്തെക്കുറിച്ച്, ഈ ഒരു വിവാഹത്തെക്കുറിച്ച്. Who are the wedding party? What is the garment that we are wearing? What is the perfume that the bride and the bridegroom are wearing? These are all the things about spiritual things that we need to understand from this psalm. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെയാണ് വീണ്ടും നമ്മൾ ഇതിന്റെ കമ്പാരിസൺ കാണുന്ന. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, no immoral, impure or greedy person such as is an idolater has inheritance in the kingdom of Christ. ഇങ്ങനെയുള്ളവരാരും നമ്മുടെ വെഡിങ് പാർട്ടിയിൽ കാണത്തില്ല. 5-ാം അധ്യായം എഫേസ്യർ 5 മുതൽ ഒന്ന് വായിച്ച്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഈ വെഡിങ് പാർട്ടിയിൽ ഇങ്ങനെയുള്ളവരാരും കാണത്തില്ല എന്നാണ് പറയുന്നത്. Therefore, no immoral or impure or greedy people will be in that wedding party. It is about the righteous saints who will glorify with their presence this particular occasion of this wedding between Christ and the church. For you were once darkness. ഇല്ലേ, പൗലോസ് അപ്പോസ്തലൻ പിന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 8-ാം വാക്യത്തിൽ പറയാൻ, നിങ്ങൾ ഒരിക്കൽ അന്ധകാരത്തിൽ ആയിരുന്നു. Now you are light in the world. Live as the children of light. The fruit of the light consists in all goodness, righteousness and truth.
9-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ തന്നെ കർത്താവിന്റെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സകല സൽഗുണവും സത്യവും നീതിയും സത്യവും. This is the wedding party that we are talking about. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ മനോഹാരിത എന്ന് ഞാൻ പറയുന്നത്. So it is talking about a beautiful wedding, adorned bride with garments that is full of gold and fragrance of myrrh and cassia and all of those things that produces that smell. These are all talking about the fruit of the Spirit that we will produce in front of this world when we have this relationship, this bride. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ പ്രത്യേകതകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Honesty and truthfulness and faithfulness. These are all the things that will be accompanying us during this relationship. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ജോസഫും യൂസഫും ഗൾഫില് ഒരു മലയാളി ജോസഫ് ജോലി ചെയ്ത ആള് അവിടെ സ്ഥിരമായിട്ടൊരു പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പൊക്കെ വാങ്ങിക്കാനായിട്ട് പോവായിരുന്നു. അപ്പൊ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അറബിയാണ് പോസ്റ്റ് മാസ്റ്റർ. അവൾ സ്റ്റാമ്പ് കൊടുക്കുമ്പോൾ ചോദിക്കും നിന്റെ പേരെന്താന്ന് ചോദിക്കും. അപ്പം ജോസഫ് പറയും എൻ്റെ പേര് ജോസഫാന്ന് പറയും. ഉടനെ അറബി പറയും ജോസഫ് എന്നല്ല പറയേണ്ടത് യൂസഫ് എന്ന് പറയും. അപ്പൊ പല പ്രാവശ്യം ഇവന് ഞാൻ ചെല്ലും പേരെന്തോന്ന് ചോദിക്കും, ജോസഫ് എന്ന് പറയും. അപ്പൊ അറബി പറയും അല്ല യൂസഫ് എന്നാ പറയേണ്ടത്. ഒരു പ്രാവശ്യം ഈ അറബി ബാലൻസ് സ്റ്റാമ്പൊക്കെ വാങ്ങിച്ചിട്ട് ബാലൻസ് കൊടുത്തപ്പോൾ ഹി ആക്ച്വലി ഗേവ് എ ലോട്ട് ഓഫ് മണി ഇൻ ബാലൻസ്. കണക്ക് തെറ്റിച്ച് കുറെ എക്സ്ട്രാ മണിയാണ് ഇയാൾക്ക് റിട്ടേൺ ചെയ്തത്. സോ വെൻ ഹി വെന്റ് ഔട്ട് ഓഫ് ദ ബിൽഡിംഗ് ഹി സോ that he got more balance than he had to receive. So അത് എണ്ണി നോക്കിയിട്ട് ഇത് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചു കൊണ്ടുവന്ന് പോസ്റ്റ് മാസ്റ്റർ കയ്യിലായിട്ട് കൊടുത്തു ഉടനെ ഈ അറബി പറഞ്ഞു യൂസഫ് അല്ല ജോസഫ് തന്നെ നല്ലതെന്ന് പറഞ്ഞു. ജോസഫ് is better. That is the fragrance, that is the product of the righteousness that we have to produce, the witness that we show in this world when we have this relationship with this bride. അതുകൊണ്ട് hearken, O daughter, and consider and incline thine ear. 10-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നത് നിന്റെ ചെവി ചായ്ക്കുക, നീ ശ്രദ്ധിക്കുക, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. പിന്നെ പറയുന്നത് you leave the father's house. You have to leave certain things when you are in a relationship like this. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ 18-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ വായിക്കുന്നത് എന്തോ പാരമ്പര്യവും ഉള്ളത് നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ. അപ്പോ we are not redeemed by this kind of gold and നമ്മുടെ പിതൃപാരമ്പര്യമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. Know that you are not redeemed by these corruptible things. അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മളെ ഈ ധരിപ്പിച്ചിരിക്കുന്നത്, പക്ഷെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. Not by these perishable things, but by the imperishable righteousness that God gave us through the blood of Jesus Christ. അതുകൊണ്ട് പറയുന്നത് turn from your vain conversation received by tradition from your fathers. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. So you leave those things that are corruptible
വ്യർത്ഥമായിട്ടുള്ളതും പിതൃപാരമ്പര്യമായിട്ടുള്ള. അതുകൊണ്ടാണ് നിന്റെ പിതൃഭവനത്തെയും നിന്റെ പിതൃഭവനത്തെ മറക്ക എന്ന് പറയുന്നത്. ചിന്തിക്കുക, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ നിന്റെ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറയും. സോ കൂടുതലായിട്ട് ഞാൻ ഇനി സമയം പോകുന്നതുകൊണ്ട് ഞാൻ നിർത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വർണ്ണിക്കാനായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ് ദാറ്റ് ഐ ലൈക്ക് ടു റീഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളുടെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജധാനിയിൽ കൊണ്ടുവരുന്നവരുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അനേകം മണിക്കൂറുകൾ പ്രസംഗിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സോ ബ്യൂട്ടിഫുൾ ഓഫ് എ സാം ലൈക്ക് ദിസ്. എന്നിട്ട് പറയുന്ന സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. സോ ദാറ്റ് the people will come with gladness and joy. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി. Led with joy and gladness they enter the palace of the king. Happiness and joy comes with this relationship. It is a choice that we make about happiness. It is not dependent on the circumstances. The joy and the gladness that we receive is dependent on the relationship that we build between the bride and the groom. നാമും നമ്മുടെ മണവാളനുമായിട്ടുള്ള ആ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്, അല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള വേറെ. The joy that comes not from the circumstances but by the relationship that we have with our bridegroom. Joy on death row എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഡിവോഷണൽ ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. ആന്റണി റേ ഹിൻടൺ 1985 was sentenced to death for a crime that he never committed. അത് നിങ്ങൾ ചിലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. He was not even at the site where the murder happened, but people have made up some evidence and he was the victim of that, and he was on a death row for 30 years. And in 2015 the Justice Department did a reinvestigation of his case, and he was acquitted and released after 30 years facing in death row. His life is a testament of reality of God, because he said he experienced supernatural joy even in the face of that injustice. This is the joy that I have, he said. They could not ever take that away in prison, even though I was unjustly imprisoned for 30 years. Such joy proved faith. His faith was genuine because he was a Christian. They could not rob him. The circumstances could not rob him of his joy. Our joy is not based on what happens with COVID, or what happens in our finances, or what happens with our family. Of course, these are all things that will impact our life, but ultimately our joy and our happiness comes from the relationship that we have with this bridegroom, our Jesus Christ. So അവിടെ നമ്മൾ വായിക്കുന്നത്, അവളുടെ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൂട്ടിക്കൊണ്ടുവരും, അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും, സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. This talking about the next generation. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. He is living with as a challenge to the people who are in this relationship. Takes up a challenge that you pass on to the next generation. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിന്നെ സ്തുതിക്കും. So what are we going to leave behind? When we live in this world, we are the fragrance. We produce the fruit of the Spirit, witnessing to the bridegroom about the relationship that we have, to show this world that we are the bride of that fairer bridegroom that we have. നമ്മുടെ മണവാളനായ
ക്രിസ്തുവിൻ്റെ ശോഭ, മണവാളനായ ക്രിസ്തുവിൻ്റെ സുഗന്ധം, ഇതൊക്കെയും we have to show this world through our lives. But when we leave this world, അതിനെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. Our obligation, our responsibility is to pass on to the next generation. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ തലമുറ മാത്രമല്ല, വരുന്ന തലമുറയ്ക്കും ഇത് കൈമാറുവാനായിട്ട്, to leave these things behind. A lot of times we leave a will, we leave our property, we leave a lot of things as material things. But ultimately, God wants us to leave to the next generation is the faith that we have. The same fragrance and the relationship that we built between this bride and the bridegroom, so that they can produce the same fruit and the fragrance and live in this world for the next generation. That is what we are to do as Christians, to hand on and pass on that faith to the next generation. അതുകൊണ്ട് നമ്മുടെ ഈ മണവാളൻ അനേകരിൽ സുന്ദരൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, അവൻ്റെ ഈ ബന്ധവുമായിട്ട് നമ്മുടെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ ആ ഒരു സുഗന്ധം പ്രചരിപ്പിക്കുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടയായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡിൻ്റെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിലും സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരായി, ധൈര്യപ്പെടുത്തുന്നവരായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. അച്ഛൻ നമ്മുടെ ഒരു മെമ്പർ ട്യൂൻസ് ഇടവകയിലെ മാത്തുക്കുട്ടി 71 years ഇപ്പൊ മരിച്ചുപോയി. അത് അറിയിച്ചിട്ടുണ്ട്. ക്യാൻസർ ആയിട്ടായിരുന്നു. സജിയുടെ ബ്രദർ എന്നാ, ഞാൻ അറിയത്തില്ല. 71 years മാത്തുക്കുട്ടി ഇപ്പോഴ് മരിച്ചുപോയി. അറിയിച്ചിട്ടുണ്ട്. UN ജോലി ചെയ്യുന്ന സജി, UN ഉണ്ടായിരുന്ന സജി, സജിയുടെ ബ്രദർ. അന്നേരം ആ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹീതമായിട്ടുള്ള രാത്രിക്കായി സ്തോത്രം.